ക്ഷേത്രത്തിലെത്തുന്ന ശ്രുതിയോട് ശ്രുതി എന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യവും കൊണ്ട് തരുമെന്നും ഇവൾക്ക് നല്ല രാശിയാണെന്നും നവീൻ പറയുന്നു. ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് നിന്നെപ്പറ്റിയും നിന്റെ ഭാര്യനെ പറ്റി എനിക്ക് എല്ലാം അറിയാമെന്നും ഞാൻ എല്ലാം പറയട്ടെ എന്നും ചോദിക്കുന്നതോടെ ശ്രുതി ആകെ പേടിച്ചു പോകുന്നു. ശേഷം നീ ആരെയാണോ അന്വേഷിച്ച് ഇവിടെ എത്തിയത്, അയാൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ നിങ്ങൾക്ക് തരാനായി ലെറ്റർ തന്നിരുന്നുവെന്നും പറഞ്ഞ് നവീൻ ശ്രുതിക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നു. അതിൽ ലെറ്റർ കൊടുക്കുന്ന ആളുടെ പേര് കണ്ടെത്താനായി ചില ക്ലൂകൾ കൊടുക്കുന്നതോടെ സച്ചിയാണ് ലെറ്റർ തരുന്നതെന്ന് മനസ്സിലാക്കുന്ന ശ്രുതി സച്ചിയുടെ ഫോട്ടോ നവീനെ കാണിക്കുന്നു. ഫോട്ടോ കാണുന്ന നവീൻ സച്ചി തന്നെ ഉപദ്രവിച്ച കാര്യം ഓർക്കുകയും ശ്രുതിയുടെ അനിയനാണ് സച്ചി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതോടെ ഇയാൾ തന്നെയാണ് എൻ്റെ കയ്യിൽ കത്ത് തന്നതെന്ന് നവീൻ പറയുന്നു. ശേഷം ശ്രുതിയും പൈലിയും അവിടെ നിന്നും മാറുന്നതോടെ 5 ലക്ഷം രൂപ ഉടനെ തന്നില്ലെങ്കിൽ ഇതിനപ്പുറം നടക്കുമെന്ന് നവീൻ ശ്രുതിനെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി സച്ചിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ ശ്രുതിനെ തടയാൻ ശ്രമിക്കുന്നു. തുടർന്ന് എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്ന ശ്രുതി സച്ചിയാണ് എനിക്ക് കത്ത് തന്ന് ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോവുകയും മറ്റാരും ശ്രുതി പറയുന്നൊന്നും വിശ്വസിക്കാൻ തയ്യാറാവാതെ വരികയും ചെയ്യുന്നു. തുടർന്ന് ശ്രുതിയുടെ വളർച്ചയിൽ നിനക്കും നിന്റെ ഭർത്താവിനും അസൂയയാണെന്നും അതുകൊണ്ട് ശ്രുതിനെ തളർത്താനായാണ് സച്ചി കത്തെഴുതി ഭീഷണിപ്പെടുത്തുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് തുടരെ കത്തുകൾ കിട്ടുന്ന വിവരം ശ്രുതി പറയുന്നതോടെ സച്ചിയേട്ടനെ പറ്റി അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് രേവതി ശ്രുതിയോടും ചന്ദ്രമതിയോടും പൊട്ടിത്തെറിക്കുന്നു. തുടർന്ന് ഇനി സച്ചിക്കും രേവതിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്നും ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും ചന്ദ്രമതി പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നും ഇതിപ്പോൾ എൻ്റെ കൂടി വീടാണെന്നും ഇറങ്ങിപ്പോകാൻ എനിക്ക് മനസ്സില്ലെന്നും പറഞ്ഞ് രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നും ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്നും ഞാൻ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് രേവതി സച്ചിനെ കൂട്ടിക്കൊണ്ട് വരാനായി പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.